ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 9 6-ാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. കിരീടമകുടോല്ലസത് കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവ് ഭഗവാന്റെ അനുഗ്രഹം മാത്രം ലഭിച്ചാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് 100 സംവത്സരക്കാലത്തോളം ഉറച്ച സമാധിയെ ധരിച്ചതിനാൽ മനോമാലിന്യങ്ങളെല്ലാം അകന്ന് സന്തുഷ്ടചിത്തനായിട്ട് മുൻപിതുവരെ കണ്ടിട്ടില്ലാത്തതും അത്ഭുതകരവുമായ ഭഗവാന്റെ ശേഷശായി രൂപത്തെ ദർശിച്ചു എന്നാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ ബ്രഹ്മാവ് ദർശിച്ച ആ അനന്തശയന രൂപത്തെ വർണ്ണിക്കുന്നു. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. കിരീടമകുടോല്ലസത് കടകഹാരകേയൂരയും. കിരീടമകുടോല്ലസത്, കിരീടവും മകുടവും അണിഞ്ഞ് പ്രശോഭിക്കുന്ന, ഉല്ലസത് പ്രശോഭിക്കുന്നതും, കടകഹാരകേയൂരയും. കടകഹാരകേയൂരം എന്നാൽ കടകം എന്നാൽ വളകൾ, ഹാരം പലതരം മാലകൾ, കേയൂരം എന്നാൽ തോൾവളകൾ, യുങ് എന്നാൽ ഇവകളോട് കൂടിയതും. അപ്പോൾ കടകഹാരകേയൂരയുങ് എന്നാൽ വളകൾ, പലതരം മുത്തുമാലകൾ, വനമാലകൾ, തോൾവളകൾ ഇവകളോട് കൂടിയതും. കിരീടവും മകുടവും അണിഞ്ഞ് പ്രശോഭിക്കുന്നതും, വളകൾ, പലതരം മാലകൾ, തോൾവളകൾ ഇവകൾ ധരിച്ചു വിളങ്ങുന്നതും, മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം. മണി എന്നാൽ ഇവിടെ രത്നങ്ങൾ, മണിസ്ഫുരിത രത്നങ്ങൾ തിളങ്ങുന്ന, മേഖലം അരഞ്ഞാണം, രത്നങ്ങൾ പതിപ്പിച്ച് സ്ഫുരിതമായ തിളങ്ങുന്ന മേഖലം അരഞ്ഞാണത്തോടു കൂടിയതും, സുപരിവീത പീതാംബരം. സുപരിവീത നന്നായി ഞൊറിഞ്ഞുടുത്ത, പീതാംബരം മഞ്ഞപ്പട്ടും. രത്നങ്ങൾ പതിപ്പിച്ച് തിളങ്ങുന്ന അരഞ്ഞാണത്തോടെയും നന്നായി ഞൊറിഞ്ഞുടുത്ത മഞ്ഞപ്പട്ടുടയാട ചാർത്തിയതും. കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം. കളായ കുസുമം, കളായ കുസുമം എന്നാൽ കായാമ്പൂവ്, പ്രഭം പ്രഭയോടെ, കായാമ്പൂവിൻ്റെ നീല നിറത്തോടു കൂടിയ പ്രഭയോടെ ഉള്ള ഗളതലോല്ലസത് കൗസ്തുഭം. ഗളതലം, ഗളം എന്നാൽ കഴുത്ത് എന്ന് അർത്ഥം. ഗളതലോല്ലസത് കൗസ്തുഭം ആ മനോഹരമായ കഴുത്തിൽ, ആ കണ്ഠപ്രദേശത്ത് കൗസ്തുഭരത്നം തിളങ്ങുന്നു. വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം. വപുഹു തത് ഐ, വപുഹു ദേഹം, ഭഗവാന്റെ ആ ദേഹം, ആ ശരീരം, തത് വപു ആ ശരീരം, ഐ അല്ലയോ ഭഗവാനെ, ഭാവയേ ഞാൻ ധ്യാനിക്കുന്നു, കമലജന്മനെ ദർശിതം. കമലജന്മൻ എന്നാൽ കമലത്തിൽ നിന്നും ജന്മം കൊണ്ടവനായ ബ്രഹ്മാവിന് ദർശിതം കാണിച്ചു കൊടുത്ത, പ്രത്യക്ഷീഭവിച്ച അങ്ങയുടെ ഇപ്രകാരമുള്ള ആ വപു ആ ദേഹത്തെ ഭാവയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. കിരീടവും മകുടവും അണിഞ്ഞ് പ്രശോഭിക്കുന്നതും, വളകൾ, പലതരം മുത്തുമാലകൾ, വനമാലകൾ, തോൾവളകൾ ഇവകൾ ധരിച്ചു വിളങ്ങുന്നതും, രത്നങ്ങൾ പതിപ്പിച്ച് തിളങ്ങുന്ന അരഞ്ഞാണത്തോടെയും നന്നായി ഞൊറിഞ്ഞുടുത്ത മഞ്ഞപ്പട്ടുടയാട ചാർത്തിയതും, കായാമ്പൂവിൻ്റെ നീലനിറത്തോടെ ശോഭിക്കുന്ന കണ്ഠപ്രദേശത്ത് കൗസ്തുഭരത്നം അണിഞ്ഞ് പ്രകാശിക്കുന്നതും ആയ
കമലസംഭവനായ ആ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ഇത്രയും മനോഹരമായ അങ്ങയുടെ രൂപത്തെ അല്ലയോ ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ഭഗവാനോട് പറയുന്നത്. കിരീടമകുടോല്ലസത് കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത്കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. കിരീടമകുടോല്ലസത് കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത്കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം. ഏഴാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.